തമിഴ്നാട് പോലൊരു സ്ഥലത്ത് എല്ലാത്തിനും പെട്ടെന്നാണ് ഒരു കൾട്ട് ഫാൻ ബേസ് ഉണ്ടാവുന്നത്. എന്നാൽ ഇൻഡസ്ട്രിയിൽ വന്ന് ഏകദേശം 20 വർഷമായിട്ടും എടുത്തു കാണിക്കാൻ നല്ല വമ്പൻ ഐറ്റംസ് ഉണ്ടായിട്ടും അതുപോലൊരു ഫാൻ ബേസ് ഉണ്ടായി വരാത്ത ഒരു തമിഴ് മ്യൂസീഷ്യനെ പറ്റിയാണ് ഈ വീഡിയോ. അതിനു മുൻപ് ചരിത്രമൊന്ന് നോക്കുകയാണെങ്കിൽ കാര്യം എ ആർ റഹ്മാൻ വന്നപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞെങ്കിലും ഇന്നും തമിഴ്നാട്ടിൽ രാജാദാണ്ട എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുണ്ട്. പിന്നെ അടുത്തത് എ ആർ റഹ്മാൻ പറയണ്ടല്ലോ. പുള്ളിക്ക് പിന്നെ തമിഴ്നാട്ടിൽ മാത്രമല്ല ഓൾ ഓവർ ഇന്ത്യ ഫാൻ ഫോളോയിങ് ഉണ്ട്. ഇനി നെക്സ്റ്റ് ഹാരിസ് ജയരാജ്. ഇപ്പോൾ ആള് ഡൗൺ ആണ്. എന്നാൽ ആദ്യ സിനിമയായ മിന്നലെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് പെടക്കണ ഐറ്റംസ് പുള്ളിയുടേതായി വന്നിട്ടുണ്ട്. സൂര്യ ഫാൻസിൽ ഒരു വിഭാഗം ഇദ്ദേഹത്തിന് കൂടി അവകാശപ്പെട്ടതാണ്. അടുത്തതായി യുവൻ ശങ്കർ രാജ. ഒരു 2006-2007 കാലഘട്ടത്തിൽ യങ്സ്റ്റേഴ്സ് ആയിരുന്നവരുടെ ഇടയിൽ പുള്ളിക്ക് ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അത് ഇന്നും തുടർന്നു പോകുന്നു. അതോടൊപ്പം ആക്ടർ അജിത്, ചിമ്പു എന്നിവരുടെ ഫാൻസിലെ ഒരു വലിയ വിഭാഗം ഇദ്ദേഹത്തിന്റെയും ഫാനായിരിക്കും. ഇനി ഇതിനുശേഷം വന്ന അനിരുദ്ധ് വിപ്ലവത്തിന് മുന്നേ അരങ്ങേറിയ എന്നാൽ അനിരുദ്ധിനോടൊപ്പം പാരലലി സഞ്ചരിച്ച ഇപ്പോഴും സഞ്ചരിക്കുന്ന കയ്യിൽ ഒരുപാട് നൈസ് സോങ്സ് ഉള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് GV പ്രകാശ് കുമാർ. ഇനി ഇദ്ദേഹത്തിൻ്റെതായി വന്നതിൽ എന്റെ ചില ഫേവറേറ്റ് പാട്ടുകൾ പറയാം. ആദ്യത്തേത് അങ്ങാടിത്തെരു എന്ന ചിത്രത്തിലെ ഉൻപേരെ സൊല്ലും പോത് എന്ന പാട്ട്. ഒരു വേറെ മൂഡിലുള്ള ഒരു റൊമാൻറ്റിക് സോങ്. എന്താ പറയുക, നമ്മളെ അലിയിപ്പിക്കുന്ന ടൈപ്പ് ഒരു പാട്ടെന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒരു ഐറ്റം. ഇനി അടുത്തത് മദ്രാസി പട്ടണം എന്ന സിനിമയിലെ പൂക്കൾ പൂക്കും എന്ന സോങ്. ഇറങ്ങി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും റീൽസുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ട്. അടുത്തത് താണ്ഡവം എന്ന വിക്രം ചിത്രത്തിലെ 2 പാട്ടുകൾ. ഒരു പാതി കനവ് നീയടി എന്ന സോങ്ങും ഉയരിനുയരെ എന്ന സോങ്ങും ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് ഈ 2 പാട്ടുകളും. പിന്നെ രാജാ റാണി എന്ന പടത്തിലെ ആ ഒരു ഫേമസ് BGM ഒന്നല്ല 2-3 ഉണ്ട്. അടുത്തത് വിജയുടെ തെറി എന്ന സിനിമയിലെ ഉന്നാലെ എന്ന റൊമാൻറ്റിക് സോങ്. തുടക്കകാലത്ത് വലിയ റൊമാൻറ്റിക് ഹീറോ ആയി അറിയപ്പെട്ടിരുന്ന എന്നാൽ പിന്നീട് മാസിലേക്ക് മാറിയ വിജയുടെ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച റൊമാൻറ്റിക് സോങ് ആയിരുന്നു അത്. അടുത്തത് ധനുഷ് നായകനായ അസുരൻ പടത്തിലെ ആ ഒരു BGM ആൻഡ് സൂറാറൈ പൊട്രു എന്ന സൂര്യ സിനിമയിലെ കയ്യിലെ ആകാശം എന്ന സോങ്. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ എനിക്കിഷ്ടപ്പെട്ട ചില ഗംഭീര വർക്കുകൾ. 2006 കരിയർ തുടങ്ങിയ ഇദ്ദേഹം ഇന്നും സൂപ്പർ ഹിറ്റ് പാട്ടുകൾ നൽകുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടോ ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഞാനെന്താ ഈ കൾട്ട് സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചാൽ, തമിഴന്മാർ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സാധനത്തിന് ആ ഒരു സ്റ്റാറ്റസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഓൺലൈൻ വഴി ബാക്കിയുള്ളവരെ കൂടി അവർ അറിയിച്ചിരിക്കും. എന്നാൽ ഇദ്ദേഹത്തിൻ്റെതായി അങ്ങനെ ഒരു പോസ്റ്റും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല.